സന്തോഷം, അഭിമാനത്തിൻ്റെ നിമിഷം. ഇനിയും എന്താ പറയുക, പീക്ക് ചെയ്യാനാവണേ ഉള്ളൂ, ലേറ്റായിട്ടൊന്നുമില്ല. അതായത് ഒരു പ്ലെയർ പീക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു 25 വയസ്സൊക്കെ ആകുമ്പോഴേക്കുമാണ്. അപ്പോൾ ഇപ്പോഴും യങ്സ്റ്ററാണ്, നല്ല രീതിയിൽ കളിച്ച ഒരു യങ്സ്റ്റർ. അപ്പോൾ ഇനിയുള്ള ടൈമാണ് വിഘ്നേഷിൻ്റെ ടൈം വരാൻ പോകുന്നത്. ഇന്നലത്തെ കളി കണ്ടിരുന്നില്ലേ? കണ്ടിരുന്നു, ഗംഭീരമായി. ഫസ്റ്റ് ബോൾ ഈ നമ്മൾ ക്രിക്കറ്റ് ഭാഷയിൽ പറയുകയാണെങ്കിൽ റൈറ്റ് ഓൺ മണി എന്ന് പറയും ഫസ്റ്റ് ബോൾ. അപ്പോൾ അതുമുതലേ കമൻറ്റേറ്റേഴ്സും പറയുന്നുണ്ടായിരുന്നു നല്ല കറക്റ്റായിട്ടാണ് ചെയ്യുന്നത്, അത് തന്നെയാണ്. അപ്പോൾ ഞാൻ 2005 മസ്കറ്റിലായിരുന്നപ്പോൾ വാസു പരഞ്ച്പേ എന്ന് പറഞ്ഞ ബോംബെയിലത്തെ ഇന്ത്യയിലത്തെ ഒരു ദ്രോണാചാര്യ വലിയ ക്രിക്കറ്റ് കോച്ചാണ്, അദ്ദേഹത്തിൻ്റെ ഒപ്പം വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം പഠിപ്പിച്ചിരുന്ന സംഗതിയാണ് ഞാൻ മുംബൈക്ക് കളിക്കുന്ന ഇപ്പോൾ ഉള്ള നമ്മളെ വിഘ്നേഷിനെ പഠിപ്പിച്ചത്. ഈ വിഘ്നേഷിൻ്റെ ബോളിംഗ് സ്റ്റൈലും ഇതിനോടൊപ്പം വലിയ ചർച്ച, ചൈന ബോൾ എന്നൊക്കെ പറഞ്ഞു. ചൈനാമൻ അത് തന്നെയാണ്. അപ്പോൾ അതിൽ ഈ ലെഗ് സ്പിൻ എന്ന് പറഞ്ഞത് ലെഫ്റ്റ് ഹാൻഡ് എറിയുന്നതാണ്. അപ്പോൾ അതെന്നെ പഠിപ്പിച്ച് തന്ന് ഞാൻ മസ്കറ്റിൽ നാഷണൽ ടീമിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ചായിട്ട് വാസു പരഞ്ച്പേ എന്ന് പറഞ്ഞ ഇന്ത്യയിലത്തെ വലിയൊരു കോച്ചിൻ്റെ കീഴിൽ വർക്ക് ചെയ്തു. അപ്പോൾ അദ്ദേഹം പഠിപ്പിച്ച് തന്ന പകർന്നു തന്ന സംഗതിയാണ് എനിക്ക് ഇയാൾക്ക് വിഘ്നേഷിന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയത്. അതുപോലെ തന്നെ ഇന്നലെ വീഴ്ത്തിയ വിക്കറ്റുകൾ പോലും പ്രധാനപ്പെട്ട വിക്കറ്റുകളാണ്. അതും ചെന്നൈ പോലുള്ളൊരു ടീമിൻ്റെ നായകൻ്റെ അടക്കം ഗംഭീരമാണ്. അത് വേറൊരു ഭാഗ്യം കൂടിയുണ്ട്. അതായത് ഈ ഫസ്റ്റിലത്തെ മാച്ചാണ് കളിക്കണമെന്നുണ്ടെങ്കിൽ ഇത്ര ഹെൽപ്പാവില്ലായിരുന്നു. 279 അടിച്ച പിച്ചിൽ വിഘ്നേഷിന് ഈ സ്പിന്നേഴ്സിന് ഹെൽപ്പില്ലല്ലോ. 279 റണ്ണാണ് അടിച്ചത് ഫസ്റ്റ് മാച്ചിലായിരുന്നെങ്കിൽ. അത് രണ്ടാമത്തെ ഇതിലായിരുന്നുകൊണ്ട് ചെന്നൈ ആയതുകൊണ്ട് ഹെൽപ്പ് ചെയ്തു. ഫസ്റ്റ് മാച്ചിൽ തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. പ്ലെയർ ആയിട്ടാണ് ആണ്. അതിന് ടൈം ഉണ്ടല്ലോ. ടൈം ഞാൻ പറഞ്ഞ മാതിരി അത് ചെറിയ കുട്ടിയാണ്, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇന്ന് LKG ആണെന്നല്ലേ. ഇനി അത് സ്റ്റഡി പ്രോഗ്രസ് നമുക്ക് കാണാം. കൂടുതൽ മത്സരങ്ങളിലേക്ക് അവസരം ലഭിക്കാനുള്ള ഒരു കാരണം കൂടിയായി മാറിയില്ല സത്യത്തിൽ. അല്ല, നമ്മൾ ലെഫ്റ്റ് ഹാൻഡർ ആണെങ്കിൽ തന്നെ കളിയിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ചാൻസ് കൂടുതലാണ്. അതിൽ ലെഗ് സ്പിന്ന് ഇതിൽ ചൈനാമാൻ എറിയുക എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത്രയും എണ്ണം കുറവാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സീനിയർ ആരാന്ന് ചോദിച്ചാൽ കുൽദീപ് യാദവാണ്. അപ്പോൾ അത്ര ആലോചിച്ച് വെക്കാം, അയാൾ ഗ്യാപ്പാണ്. അപ്പോൾ അയാൾ ആണ്. അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഈ പറഞ്ഞ മാതിരി എൻ്റെ ആ ഗുരുവിനെ ഇപ്പോഴും ഓർക്കണു, വാസു പരഞ്ച്പേ സാറ്. മുംബൈ മാട്ടുങ്ക സ്വദേശിയാണ്. അപ്പോൾ അദ്ദേഹം മസ്കറ്റിൽ നിന്ന് പറഞ്ഞു തന്ന സംഗതി അത് പഠിപ്പിച്ചു കൊടുത്ത് വളരെ എന്താ പറയുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അത്ര ഇമ്പ്രൂവ്മെൻ്റ് ആയിരുന്നു സ്റ്റാർട്ടിങ് സ്റ്റേജ് മുതലേ. പരിശീലനത്തിൽ തന്നെ നല്ല അസാമാന്യ മികവ് അതുണ്ടായിരുന്നു. ബാബുവേട്ടൻ കൊണ്ടുവരുമ്പോൾ പറഞ്ഞു അധികം സംസാരിക്കാത്ത ആളാണെന്ന് പറഞ്ഞു. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അധികം സംസാരിക്കേണ്ട, ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും മതി, നമ്മൾ ക്രിക്കറ്റിൽ അങ്ങനെ മതിയല്ലോ. അപ്പോൾ അങ്ങനെ അത്രയും ഡിസിപ്ലിൻ കാണിക്കുന്ന കളിയിൽ പ്രാക്ടീസിലാണെങ്കിലും അത്രയും സീരിയസ് ആയിട്ട് ചെയ്യുന്ന ആൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇനി ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബാലൻസ് നഷ്ടപ്പെടാതെ കളിക്കുക. ഇത് കിട്ടിയത് വലിയ പ്ലാറ്റ്ഫോമാണ് ലോകത്തിൽ. മത്സരത്തിൽ ഇല്ല അത് മെല്ലെ അതെ അതിന് ടൈം കിട്ടി അങ്ങോട്ടും വിളിക്കണം, ഇങ്ങോട്ടും വിളിക്കും. പക്ഷേ ഇതാണ് ഇനി ഇതിന്ന് വളരുക എന്നല്ലാണ്ട് നമ്മൾ ഗ്രാഫ് സ്റ്റാഗ്നേഷൻ വരാൻ പാടില്ല, മുകളിലേക്ക് പോകണം. അതേ ഉള്ളൂ പ്രാർത്ഥന.